കായംകുളം നഗരസഭയിൽ ഇടവിള കൃഷിക്കായുള്ള 45 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ അഴിമതിയെന്ന ആരോപണം. പദ്ധതി കൃഷിവകുപ്പും നഗരസഭയും ഒരു ടെൻഡർ പോലും വിളിക്കാതെ സ്വകാര്യ കമ്പനിക്ക് നൽകിയിരിക്കുകയാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, UDF നേതാവ് നവാസ് മുണ്ടകത്തിൽ എന്നിവർ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ നടപ്പാക്കുന്ന ഇടവിള കൃഷിക്കായുള്ള 45 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് UDF പാർലമെന്ററി പാർട്ടി ആരോപിക്കുന്നു. 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ചട്ടിയിൽ പച്ചക്കറി കൃഷി നടപ്പാക്കാനായിരുന്നു ആദ്യ നഗരസഭ പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറ്റി ഇടവിള കൃഷിയാക്കി മാറ്റുകയായിരുന്നുവെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, UDF നേതാവ് നവാസ് മുണ്ടകത്തിൽ എന്നിവർ പറഞ്ഞു. ചട്ടിയിൽ പച്ചക്കറിക്ക് ഒരു വാർഡിൽ നിന്നും 80 പേർക്കാണ് അവസരം നൽകുന്നത്. പിന്നീട് അത് ഇടവിള കൃഷി ആയതോടെ 150 പേർക്ക് അവസരം നൽകുന്ന നിലയിലേക്ക് എത്തിച്ചു. ഇതിനായി 45 ലക്ഷം രൂപയാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ ചട്ടിയിലെ കൃഷി മാറ്റി ഇടവിള കൃഷി ആക്കിയത് അഴിമതി നടത്താനാണെന്ന് CS ഭാഷ പറയുന്നു. 45 ലക്ഷം രൂപയുടെ പദ്ധതി കൃഷിവകുപ്പും നഗരസഭയും ഒരു ടെൻഡർ പോലും വിളിക്കാതെ സ്വകാര്യ കമ്പനിക്ക് നൽകിയിരിക്കുകയാണ്. ഓണാട്ടുകര വികസന ഏജൻസി സമീപിച്ചിട്ടും നൽകാതെ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ അഴിമതി നടത്താനാണെന്നും ഇത് അസാധുവാക്കി ടെൻഡർ വിളിച്ച് സുതാര്യത ഉറപ്പുവരുത്തണമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷയും നവാസ് മുണ്ടകത്തിലും പറഞ്ഞു. ചെടിച്ചട്ടിയിൽ പച്ചക്കറി വിതരണം ചെയ്യുന്ന പദ്ധതി വളരെ രഹസ്യമായി മാറ്റി 150 ആളുകൾക്ക് ഇടവിള കൃഷിക്കുള്ള സാധന സാമഗ്രികൾ കൊടുക്കുന്നതിനായി ലിസ്റ്റ് തയ്യാറാക്കുകയും ഈ 45 ലക്ഷം രൂപയോളം വരുന്ന ഈ പദ്ധതിയുടെ ടെൻഡർ പോലും വിളിക്കാതെ രഹസ്യമായി കൊട്ടേഷൻ വിളിച്ച് പത്രപരസ്യം പോലും നൽകിയില്ല. ഒരു ഓഫീസിലെ ഒരു ബോർഡിൽ പോലും അത് ഇടാതെ കൃഷി ഓഫീസർക്കും ബന്ധപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണും ഒക്കെ താല്പര്യമുള്ള തിരുവല്ലയിലുള്ള ഒരു കമ്പനിക്ക് അത് കൊടുക്കാനുള്ള രഹസ്യ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കായംകുളത്തെ ഗവൺമെന്റ് ഏജൻസിയായ ഓണാട്ടുകര വികസന ഏജൻസി ഇതിനു വേണ്ടി ടെൻഡർ കൊടുത്തെങ്കിലും കേവലം ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഓണാട്ടുകര വികസന ഏജൻസിയെ ഒഴിവാക്കാൻ ഇവിടെ ഉന്നതങ്ങളിൽ ആലോചന നടക്കുകയാണ്. ഒരു പ്രൊക്യൂർമെന്റ് കമ്മിറ്റി വിളിച്ചുകൂട്ടി അതിനകത്ത് 2-3 ആളുകളെ കൊട്ടേഷൻ കൊടുത്തവരെ എല്ലാം തഴഞ്ഞ് തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക്, അവർക്ക് യാതൊരു രേഖകളുമില്ല, ആ സ്വകാര്യ കമ്പനിക്ക് അതിനകത്ത് കിയോസ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് ആലപ്പുഴയിലുമുണ്ട്, തിരുവല്ലയിലുമുണ്ട്. പക്ഷെ ഏത് സ്ഥലത്തുള്ള കമ്പനിക്കാണ് ഗവൺമെന്റ് അക്രഡിറ്റ് ഏജൻസിയായിട്ട് നിയമിച്ചതെന്ന് പോലും അതിൽ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു ഏജൻസിക്ക് അത് കൊടുത്തുകൊണ്ട് അതിനകത്ത് വൻ അഴിമതി നടത്താനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.